നമസ്കാരം. നല്ല മൊരിഞ്ഞ മൃദുവായ പൂരിയും ഒപ്പം ഉരുളക്കിഴങ്ങും സവാളയും ചേർത്ത് കഴിക്കുവാൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. ഈ പൂരി അങ്ങനെയൊന്നും കഴിച്ച് നശിപ്പിക്കരുത്. ആദ്യം ഒരു കഷ്ണം പൂരി എടുത്ത് അടുത്തുള്ള കൊഴുത്ത ബാജിക്കറിയിൽ മുക്കിയെടുക്കുക. വേണമെങ്കിൽ വെന്തുടഞ്ഞ ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുക്കാം. പൂരിയുടെയും ബാജിക്കറിയിലെ പച്ചമുളകിൻ്റെ ചെറിയ എരിവും സമ്മിശ്രമായി കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവമുണ്ട്. ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ഇതിലും നല്ലതായി വേറൊരു വിഭവമുണ്ടോ? നിങ്ങൾ തികഞ്ഞ ഒരു പൂരി ആരാധകനാണെങ്കിൽ തീർച്ചയായും ഈ ബാജി റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളതിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മളൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി, ഒരു പകുതി സവോള, അതുപോലെ തന്നെ ഒരു മീഡിയം തക്കാളി, ഒരല്പം മല്ലിയില, കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉഴുന്ന് എന്നിവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു നമ്മുടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ അല്ല സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം. നമുക്കത് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പാനൊന്ന് ചൂടായി, എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഉഴുന്ന് നമുക്കതിട്ട് കൊടുക്കാം. ആ ഉഴുന്നും കടുകും ഒന്ന് ചെറുതായിട്ട്, ഇത് സ്ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സവോളയുടെ പകുതി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതും ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതൊന്ന് 4ആയി കീറി അതും ഇട്ട് കൊടുക്കാം. നമ്മളതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഒരുപോലെയാണ്. നമ്മൾ ഈ സമയം കൊണ്ട് കണ്ടില്ലേ നമ്മുടെ കടുക്, ഉഴുന്ന് എന്നിവ അത് മീഡിയം ഫ്ലെയിമിലായതുകൊണ്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 പച്ചമുളക്, അത് എരിയുള്ളതാണെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കണം. അതുകൂടെ നമുക്ക് ചേർത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ആയി വരുന്ന സമയത്ത് നമ്മളൊരു തണ്ട് കറിവേപ്പില 1 തണ്ടോ 1.5 തണ്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എടുത്ത് നമ്മൾ കളയേണ്ട സാധനമല്ല, ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ അത് കൂടുതൽ ചേർക്കുന്ന നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ സവോളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് കറിവേപ്പിലയും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ആ മഞ്ഞളിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഞാൻ ഒരു 4-5 വിസിൽ വരെ കുക്കറിലിട്ട് അടിച്ച് അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയെടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അത് ഉരുളക്കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊരു ചെറിയ ഫ്രൈ പരുവത്തിൽ, അതായത് അന്നേരമേ നമ്മൾ ഉടയ്ക്കാതെ ഇത് ഉടയ്ക്കണം, പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിയുന്നതാണ് വലിയ കഷ്ണങ്ങൾ ഉടച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന പരുവം. ആ പരുവം ആകുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു ചെറിയ സിമറിങ് ആ വെള്ളത്തിന് വരുന്ന സമയത്ത്, ചെറിയ തിള വരുന്ന സമയത്ത് നമ്മൾ നന്നായി അതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്ത് നമുക്ക് അത് നന്നായി ഒന്ന് ഒരു നല്ല ഒരു മാഷ് പരുവത്ത്, മീഡിയം മാഷിലേക്ക് നമുക്ക് എടുക്കണം. അതെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി എടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ പൂരിയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് തനി നാടൻ രീതിയിൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിൽ തന്നെയുള്ള ഒരു ബാജി കറിയാണിത്. അപ്പോൾ ഇത് പൂരി ബാജി നമ്മൾക്കറിയാം. നമ്മൾ ആര്യാസിൽ ആര്യഭവനൊക്കെ നമ്മുടെ തമിഴ്നാട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന, അല്ല തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ തന്നെയുള്ള ഒരു കറിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ നമ്മുടെ ഭക്ഷണങ്ങളെ മാറ്റിമറിക്കാൻ വിദേശികൾ പല രീതിയിൽ മാക്ഡോണൾഡ്സ്, KFC പോലെയുള്ള ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരികയും, എന്നാൽ ഇന്ന് അതൊക്കെ തകർന്ന് തരിപ്പണമായി നമ്മുടെ നാടൻ ഭക്ഷണ രീതികൾ ഇന്ന് വിദേശികൾ കടമെടുത്ത് ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിലും ലണ്ടനിലും USA ഒക്കെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇന്ന് വളരെയധികം കൂടിക്കൂടി വരുന്നത്. അപ്പം നമ്മുടെ ഭക്ഷണ രീതികൾ നമ്മൾ തന്നെ
വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പം നമ്മൾ ആ പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് ഒരു അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അത് നല്ല ഒരു കുറുകിയ പരുവത്തിലേക്ക് കറി ഒരു നല്ല അതിൻ്റെ നമ്മുടെ ആ ഗ്രേവി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നല്ല ഇതായിട്ട്, കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാ സാധനങ്ങളും കുക്കായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അധിക സമയമൊന്നും വേണ്ട. നമുക്കിതൊരു 10 മിനിറ്റിൽ വളരെ എളുപ്പം ഒരു 10 മിനിറ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന വിഭവമാണ്. ടൈം അധികം സ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് വളരെ എളുപ്പം ഇത് റെഡിയായി കിട്ടും. നമ്മൾക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എരിവിന് അത്യാവശ്യം എരിവ് വേണ്ടുന്നവർക്ക് മുളക് കൂട്ടിക്കൊടുക്കാം. അപ്പം ആ രീതിയിൽ ചെയ്യേണ്ട ഒരു കറിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം അതിൻ്റെ സോസ് നല്ല പരുവമായി വന്നിട്ടുണ്ട്, ആ ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരുവത്തിൽ നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്കിത് വാങ്ങി നമുക്ക് പൂരിയുടെ കൂടെയോ അല്ല ചപ്പാത്തിയുടെ കൂടെയോ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഭവമാണ്. എന്നാൽ ഇത് വരും തലമുറകൾക്കും പുതിയതായി ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയാണ്. അറിയാവുന്നവർ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങളുടെ കമൻസ് ലൈക്ക് തരണം. നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും മറ്റും ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമ്മൾ പുതിയ പുതിയ യാത്രകളും പുതിയ ഹെൽത്തി ടിപ്സും പുതിയ റെസിപ്പികളും വ്യത്യസ്തമായ കുക്കിംഗ് രീതിയും എല്ലാമായി നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ലിജു.